ഹല്ലേലൂയ. ആമേൻ. ഇന്ന് കാലം ഞാൻ ഒരു 2-3 വാക്യങ്ങൾ വായിച്ചിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട്, പ്രത്യേകിച്ച് നമുക്കിന്ന് ഹല്ലേലൂയ ഡിവോഷൻ ഇല്ലാത്തത് കൊണ്ട്, ഹല്ലേലൂയ കർത്താവിൻ്റെ ദാസൻ അവസാനം സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ഇന്ന് അവന് വളരെ പരിചയമുള്ളതായി ഫെമിലിയർ പാസേജ്. ലെറ്റ്സ് ടേൺ അവർ ബൈബിൾ ടു ബുക്ക് ഓഫ് Psalms 139th Psalm. Let's read the verse 7, 8 and 9. ആമേൻ. 139 സങ്കീർത്തനം 7, 8, 9 എന്നീ വാക്യങ്ങൾ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വായിച്ച വേദഭാഗം നമുക്ക് വളരെ ഇറ്റ്സ് എ ഫെമിലിയർ പാസേജ്. ആ പാസേജ് എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നതായ ഒരു കാര്യം. ആമേൻ. It's a psalm. It's written by King David. ആമേൻ. ദാവീദ് രാജാവ് എഴുതിയതായ ഒരു 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 വാക്യമാണ്, അല്ലെങ്കിൽ സങ്കീർത്തനമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നതായ പശ്ചാത്തലത്തിലേക്കോ ബാക്ക്ഗ്രൗണ്ടിലേക്കോ ഒന്നുമല്ല ഞാൻ പോകുന്നത്. എന്നാൽ ഇന്ന് പൽക്കാലം എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, ഹല്ലേലൂയ, no matter wherever we go, praise the Lord, that's what I want to remind. We know the truth, we know it, but just I want to remind you again, wherever and whatever the situation we go through, He knows everything, because He's an omniscient God. He's a God everywhere. Praise the Lord. He's an omnipotent God. Amen. He's a ever-present God. Hallelujah. Omniscient, omnipotent, omnipresent. Hallelujah. അങ്ങനെയാണെങ്കിൽ സർവ്വവ്യാപിയായ ദൈവം, സർവശക്തനായ ദൈവം, ആമേൻ, ഹല്ലേലൂയ, ദൈവമായ കർത്താവിനെ കുറിച്ച് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നതായ ഒരു കാര്യമാണ്. ഹല്ലേലൂയ. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? Hallelujah. Where can I go from your spirit? Where can I flee from your presence? If I go up to the heavens, you are there. If I make my bed in depths, you are there. I mean, if I rise on the wings of the dawn, if I settle on the far side of the sea, you are there. Praise the Lord. Hallelujah. അവൻ ഇന്നെന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങൾ കടന്നു പോകുന്നതായ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ചിലപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, എന്നെ കാണാനില്ലയോ, എൻ്റെ കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ എന്ന് നിങ്ങൾക്ക് തോന്നിക്കാവുന്നതായ സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകാം. Praise the Lord. Hallelujah. Amen. എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, Lord, why you are not answering my prayer? Hallelujah. Why I have to go through, why we have to go through this such a difficult time. Hallelujah. We have been praying, we've been taking fasting and prayer. Hallelujah. That is we don't get any kind of good result. എന്തുകൊണ്ട് കർത്താവേ നല്ല രീതിയിലുള്ളതായ ഒരു നല്ല റിസൾട്ട് ലഭിക്കുന്നില്ല എന്ന് തോന്നിക്കുമാർ നമ്മുടെ ജീവിതത്തിൽ സംഭവങ്ങൾ നടക്കുമ്പോൾ എൻ്റെ കർത്താവ് പറയുന്നത്, ഹല്ലേലൂയ, He knows everything. ഹല്ലേലൂയ, എൻ്റെ ദൈവത്തിന് സകലവും അറിയാം. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് നമ്മൾ ഹല്ലേലൂയ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 6 and verse 13, ഹല്ലേലൂയ, അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 16:13 ഇങ്ങനെയാ വായിക്കുന്നത്, എന്നാറേ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോയി എന്ന് പറഞ്ഞ് തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. Praise the Lord. She gave this name to the Lord who spoke to her. You are the God who sees me. For she said, I have now seen the one who sees me. We know the, amen, hallelujah, amen, the context of this, amen, passage. Amen. അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്ന ആരുടെ കാര്യം ഇവിടെ പറയുന്നത്?
ഹാഗാറിന്റെ കാര്യമാണ്. ഹാഗാർ, you are talking about Hagar. Hallelujah. She is fleeing from the, hallelujah, house of Abraham. Praise the Lord. Because, Sarah is, she is chasing her out. Praise the Lord. അവളെ അവിടെ നിന്ന് ഓടിക്കുകയാണ്. ഹല്ലേലൂയ. അവളെ ഓടിച്ചു വിട്ട മാത്രയിലാണ് ഹല്ലേലൂയ ആകപ്പാടെ ഒരു വനാന്തരത്തിന്റെ ഒരു അവസ്ഥ. പ്രൈസ് ദി ലോർഡ്. ഒരു മരുഭൂമിയുടെ അവസ്ഥ. ഹല്ലേലൂയ. അവൾ പറഞ്ഞത്, അവൾ ചിന്തിച്ചത്, എന്നെ ഹല്ലേലൂയ ഞാൻ മരുഭൂമിയിലാണ്. എന്നെ കാണുവാൻ, എന്നെ കേൾക്കുവാൻ, എന്നെ അറിയുവാൻ, എനിക്ക് വേണ്ടി കരുതുവാൻ ആരുമില്ല. There is no one to take care of me. There is no one to listen to me. There is no one, hallelujah, who understands me. Hallelujah. That's what she thought, because she was in the wilderness. Such kind of experience you may be going through. Praise the Lord. You and me, we may go through. Hallelujah. എന്നാൽ ഇന്ന് പൽക്കാലം ഹല്ലേലൂയ അവിടെ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്ന ഹേഗർ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നെ കാണുന്നവൻ, ഹല്ലേലൂയ, എന്നെ മനസ്സിലാക്കുന്നവൻ, എൻ്റെ അവസ്ഥ അറിയുന്ന കർത്താവ്, ഹല്ലേലൂയ, മരുഭൂമി എൻ്റെ ദൈവത്തിനൊരു തടസ്സമല്ല. Praise the Lord. മരുഭൂമി നിങ്ങളുടെ ജീവിതത്തിൽ the wilderness you are going through, right now, hallelujah, it is not a strange thing for Almighty God. Hallelujah. Hallelujah. You have to remember, even in the midst of desert or wilderness, the presence of God will come there and direct you and guide you and protect you and give you all needed advice that you want to have. ആവശ്യമായിരിക്കുന്നതായ ഹല്ലേലൂയ ആലോചന പറഞ്ഞു തന്ന് വഴി നടത്തുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. Don't be disappointed. Hallelujah. Our God is an awesome God. Our God is an everlasting Father. Our God is an omnipresent God, omnipotent God. Hallelujah. With our God, even in the wilderness, even in the desert, hallelujah, with God everything is possible. Amen. Hallelujah. മരുഭൂമിയിലാണെങ്കിലും ഹല്ലേലൂയ ഹാഗർ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ കാണുന്നവൻ എന്നെ ഇവിടെയും കണ്ടിരിക്കുന്നു. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് രാത്രി, ഇന്ന് പൽക്കാലം നാം ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ ഹല്ലേലൂയ ഭയപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന, വ്യാകുലപ്പെടുത്തുന്ന അവസ്ഥകളുടെ മുമ്പിൽ കർത്താവിന്റെ വചനത്തിന് പറയുവാൻ തക്കവണ്ണമുള്ളത്. ഹല്ലേലൂയ. അബ്രഹാമിനെ നയിച്ച ദൈവം, ഹല്ലേലൂയ, ഇസ്ഹാക്കിനെ നയിച്ച ദൈവം, ഇവിടെ പറയപ്പെടുന്നതായി ഹാഗാറിനെ കണ്ടതായ ദൈവം, ഹല്ലേലൂയ, ആ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പൽക്കാലം പറയുകയാണ്, ഹല്ലേലൂയ, നിന്റെ പ്രാർത്ഥനയ്ക്ക് തക്ക സമയത്ത് മറുപടി നൽകുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. Praise the Lord. Hallelujah. തക്ക സമയത്ത്, at the due time, at the appointed time, hallelujah, he will answer your prayer. Hallelujah. Then you will see the glory of God. Hallelujah. Then you will, hallelujah, really worship our God. Really acknowledge the presence of God. കർത്താവിൻ്റെതായ കൃപ അനുഭവിപ്പാൻ, കരുതൽ അനുഭവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കും. Praise the Lord. ഇന്ന് പേർക്കാലം ഞാൻ അധികമായി നീട്ടിക്കൊണ്ടു പോകുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നില്ല. ദൈവജനമേ, നമ്മെ അറിയുന്നവൻ, നമ്മൾ എവിടെ പോയാൽ, ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, ഒരു വിധത്തിലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ വായിച്ചത് കേട്ടതുപോലെ, ഹല്ലേലൂയ, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയ നീ അവിടെയുണ്ട്. പാതാളത്തിൽ എൻ്റെ കിടക്ക് വിരിച്ച നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിന് ചിറക് ധരിച്ച സമുദ്രത്തിൻ്റെ അറ്റത്ത് നിന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. Hallelujah. What a wonderful God. What a awesome God we serve. We worship. Hallelujah. And that's our promise from the Lord. നമ്മുടെ കർത്താവിൽ നിന്ന് ലഭിച്ചതായ വാഗ്ദത്തം ഇതാണ്. ഇന്ന് പൽക്കാലം ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. Let's continue to worship our God through the English songs. Praise and worship. Praise the Lord.